കൊണ്ടിരിക്കുന്നത് മൈസൂരേക്കാണ്. മൈസൂർ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യാണ്. അവൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ അവനെയും ഒപ്പം അവൻ്റെ ലഗേജും എടുക്കാനാണ് ഞാനും ഏട്ടനും പോകുന്നത്. വേറെ ആരും ഇല്ല. വയനാട് വഴിയാണ് പോകുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അവൻ മൈസൂരുള്ള വീട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവൻ താമസിക്കുന്ന വീടിൻ്റെ ചെറിയൊരു ഹോം ടൂറും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ താമസിക്കുന്ന വീട്. അവനിവിടെ എത്തിയിട്ടില്ല, ഓഫീസിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വിളിച്ച സമയത്ത് വീട്ടിലേക്ക് കയറി ഇരുന്നോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തന്നെ വീടൊക്കെ തുറന്ന് ഉള്ളിൽ കയറുകയാണ്. വീഡിയോ എടുക്കുന്നില്ല? പിന്നെ അപ്പോൾ നമ്മൾ നന്ദൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു രാത്രി 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങി. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്ദോടെ എത്തിയിട്ടില്ല. അവൻ്റെ ഓഫീസിൽ നിന്ന് അവനൊരു സെൻഡ് ഓഫ് പാർട്ടി ഒക്കെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ ആയിരുന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ അവന് മൈസൂരിലെ ഈ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാനും ഏട്ടനും വന്നത്. കൂടെ അവനും കൂടി കൂട്ടാൻ കേട്ടോ. അപ്പോൾ നാളെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ആമീനെ കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അവൻ വരുന്നവരെ ഞങ്ങൾ എന്തായാലും ഇവിടെ ഫ്രീ ആണല്ലോ. ഒരു ടൈമിൽ വീട്ടിലെ ഈ ഏരിയസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൈസൂരിലെ വീട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലാണെങ്കിൽ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അവിടുത്തെ ഞങ്ങൾ അച്ഛനും അമ്മയും മോളും ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ആ വീഡിയോയിൽ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളെ കുറച്ച് സന്തോഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ഏരിയാസൊക്കെ ഒന്ന് കാണിച്ചു. വീടിൻ്റെ മുൻഭാഗം മുതൽ കാണാം. ഇതാണ് പൂജാമുറി. പിന്നെ ഇത് TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് പോയത്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ബാക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതൊരു ബെഡ്റൂമുണ്ട്. പിന്നെ ഇതൊരു ബാത്റൂം. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും പിന്നെ ഒരു ടോയ്ലറ്റും. ഇത് ബാത്റൂമിൻ്റെ ആണ്. പിന്നെ അതുപോലെ ഇത് ടോയ്ലറ്റ്. ഇതാണ് രണ്ടാമത്തെ റൂം. ഇതൊക്കെ നാളെ കാറിൽ കയറ്റാനുള്ള സാധനങ്ങളാണ്. ഇത് നന്ദുവിൻ്റെ ഫ്രണ്ടാണ്. സിലിണ്ടറും പിന്നെ അതുപോലെ ഗ്യാസ് സ്റ്റവും ഒക്കെ അവൻ്റെ റൂമിലേക്ക് മാറ്റുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേറെ ഫർണിച്ചേഴ്സ് ഒന്നും അങ്ങനെ എടുക്കാനുണ്ടായിരുന്നില്ല. ഇതാണ് കിച്ചൺ. അപ്പോൾ കിച്ചൻ്റെ വീട്ടിൽ ഇവിടെ എടുക്കുന്ന ഇതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നന്ദു വന്നിട്ട് ഇത് ഗ്യാസും കാര്യങ്ങളൊക്കെ അവർക്ക് മാറ്റിയിട്ടുണ്ട്. അവൻ സാധനങ്ങളൊക്കെ ഫ്രണ്ടിൻ്റെ റൂമിൽ വെച്ച് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡൊക്കെ കഴിച്ച് നേരത്തെ തന്നെ കിടക്കാമെന്ന് കരുതിയതാണ്. പക്ഷേങ്കിൽ വരാനും ലേറ്റായി, കിടക്കാനൊക്കെ ലേറ്റായിപ്പോയി. ഇനി നമുക്ക് എന്തായാലും രാവിലെ ബാക്കി പാക്കിങ്ങിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ ഇട്ടേക്കാം. രാവിലെ ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് ഇവിടുന്ന് ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് രാത്രി കിടന്നത്. പക്ഷേ ഇപ്പം തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഗൊക്കെ ഓരോന്നായിട്ട് പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റുകയാണ്. മാക്സിമം കുത്തി നിറച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് കരുതിയിട്ടാണ് ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നന്ദു അടിയ നോക്ക്. അങ്ങനെ സാധനങ്ങളൊക്കെ മൊത്തം ഞങ്ങൾ കാറിൽ കയറ്റി വീടൊക്കെ വൃത്തിയാക്കി. ഇനി എല്ലാം ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്.
ഇവൻ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ 2 പാർട്ടാക്കിയിട്ട് 2 ഫാമിലിക്ക് ഇവർ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതാണ് സൗമ്യ അക്ക. അപ്പോൾ അവർ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മസാല ടീ ആണ് കേട്ടോ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇവരൊക്കെ ചായ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് എപ്പം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പതിയെ ഇറങ്ങാൻ പോവാണ്. ഇത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്ന വഴിയാണ്. നന്ദു അവിടെയായിരുന്നു മുമ്പ് താമസിച്ചിട്ടുണ്ടായത്. ഞങ്ങൾ ഫാമിലിയായി വന്ന സമയത്തും അവിടെയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് മാറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഹൗസ് ഓണർ താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ 4 ഫാമിലിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഫൈനൽ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഏട്ടനും നന്ദും മുന്നേ നടന്നതാണ്. അപ്പോൾ അവരതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാണ്. ഇതാണ് ഹൗസ് ഓണർ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് സാധനങ്ങളൊക്കെ മാക്സിമം കാറിൽ കൊള്ളിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇവർ റിസൈനൊക്കെ ചെയ്തിട്ട് എന്താ പരിപാടി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കെന്തായാലും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.